ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി സ്ട്രോങ്സ്റ്റ് ബേസ്? താഴെ തന്നിരിക്കുന്നതിൽ 4 സ്ട്രോങ്സ്റ്റ് ബേസ് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊരു സിമ്പിൾ കോൺസെപ്റ്റ് വഴി നമുക്കിത് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയറക്റ്റ് ബേസിസിറ്റി കാണാതെ അസിഡിറ്റി കാണുക. അസിഡിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ബാക്ക്വേർഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിസിറ്റി കിട്ടും. അതായത് തന്നിരിക്കുന്നതിനകത്ത് സ്ട്രോങ് ആസിഡ് ഏതായിരിക്കുമോ അത് തന്നെയായിരിക്കും വീക്ക് ബേസ്. അതുപോലെ തന്നെ തന്നിരിക്കുന്നതിൽ വീക്ക് ആസിഡ് ഏതാണോ അതായിരിക്കും സ്ട്രോങ് ബേസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിനകത്തെ വീക്ക് ആസിഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ മോളിക്യൂൾ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ, സ്ട്രോങ്സ്റ്റ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അസിഡിറ്റി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നതിനകത്തെ ചാർജസ് നോക്കാം. എല്ലാ മോളിക്യൂളിനകത്തും നെഗറ്റീവ് ചാർജസ് ഉണ്ട്. നെഗറ്റീവ് ചാർജസ് ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് ബേസ് ആയിരിക്കും. OH മൈനസ് ഒരു സ്ട്രോങ് ബേസ് ആണ് അല്ലെ. NaOH സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും OH മൈനസ് ഉണ്ടാവും. അപ്പോൾ OH മൈനസിന്റെ പ്രസൻസ് ആണ് NaOH ബേസ് ആക്കുന്നത്. അപ്പം നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് സ്ട്രോങ് ബേസ് ആയിരിക്കും. ഇവിടെ എല്ലാത്തിനകത്തും നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് നെഗറ്റീവ് ചാർജ് മാത്രം വെച്ച് സ്ട്രോങ് ബേസ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി അടുത്ത സിറ്റുവേഷൻ, ആ നെഗറ്റീവ് ചാർജ് ഏത് ആറ്റത്തിൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു എന്ന് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മോർ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, നെഗറ്റീവ് ചാർജ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് മോളിക്യൂൾ ഓപ്ഷൻ എക്കകത്തെ ആറ്റം നെഗറ്റീവ് ചാർജ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് കാർബണിനകത്താണ്. സെക്കൻഡ് വൺ ഓക്സിജൻ ആണ്. തേർഡ് വൺ നൈട്രജൻ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഓക്സിജൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഈ 3 ആറ്റങ്ങളായിരിക്കും ഈ 4 ഓപ്ഷനകത്ത് ഉള്ളത് നെഗറ്റീവ് ചാർജ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് വരുവാണെങ്കിൽ അത് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ബേസ് ഏതായിരിക്കും? ആസിഡിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ബേസിസിറ്റി എന്ന് പറയുന്നത്. സ്ട്രോങ് ആസിഡിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ വീക്ക് ബേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്സിജൻ നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് തന്നെ വീക്ക് ബേസ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ബിയും നമ്മുടെ ആൻസർ അല്ല. ഇനി അടുത്തത്, ഈ കാർബൺ, നൈട്രജൻ, ഓക്സിജനകത്തെ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം കാർബൺ ആണ്. കാർബണിൽ നെഗറ്റീവ് ചാർജ് വരുവാണെങ്കിൽ അത് വീക്ക് ആസിഡ് ആയിരിക്കും. വീക്ക് ആസിഡ് ആണെങ്കിൽ അതിന്റെ നേരെ ബാക്ക്വേർഡ് ചിന്തിക്കുമ്പോഴത്തേക്കും വീക്ക് ആസിഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? സ്ട്രോങ് ബേസ് ആയിരിക്കും. അപ്പം കാർബൺ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്ന മോളിക്യൂൾ ആയിരിക്കും സ്ട്രോങ് ബേസ് ആയിട്ട് നമ്മുടെ ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം കാർബണിലാണ് ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്നത്. കാർബൺ ഈസ് ദി ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഓക്കെ, ഇനി വേറെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തെ സ്ട്രോങ് ആസിഡ് ഏതായിരിക്കും? ഓപ്ഷൻ എ ഉറപ്പായിട്ടും അല്ല. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്ട്രോങ് ബേസ് ആണ്. സ്ട്രോങ് ബേസിന്റെ ബാക്ക്വേർഡ് ചിന്തിക്കുമ്പോഴത്തേക്കും അത് വീക്ക് ആസിഡ് ആയിട്ട് മാറും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നു വീക്ക് ആസിഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? കാർബൺ നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്നത്. സ്ട്രോങ് ആസിഡ് അപ്പോൾ ഏതായിരിക്കും? ഓക്സിജൻ നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കി, ഓപ്ഷൻ ബിക്കകത്ത് നെഗറ്റീവ് ചാർജ് ഓക്സിജനിലാണ്. ഓപ്ഷൻ ഡിക്കകത്ത് നെഗറ്റീവ് ചാർജും ഓക്സിജനിലാണ്. അപ്പം ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഡി, രണ്ടാമത്തെ ഓപ്ഷനോ നാലാമത്തെ ഓപ്ഷനോ ആയിരിക്കും ശരി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഓക്സിജനിലെ നെഗറ്റീവ് ചാർജ് റെസൊണൻസ് സ്ട്രക്ചർ പോസിബിൾ ആണ്. റെസൊണൻസ് സ്ട്രക്ചർ പോസിബിൾ ആകുന്നതുകൊണ്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സ്ട്രോങ് ആസിഡ് ആയിട്ട് ഇവിടെ മാറും. ഓക്കെ, അപ്പം സ്ട്രോങ് ബേസ് ഓപ്ഷൻ എയും സ്ട്രോങ് ആസിഡ് ഓപ്ഷൻ ഡിയും ആയിരിക്കും. ഓക്കെ, ക്ലിയർ? താങ്ക് യു.